ഗൈസ്, വെൽക്കം ടു ട്രാവൽ ആർട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഉള്ളത് തിരുച്ചിയിലാണ്. അപ്പോൾ നമ്മൾ രാമേശ്വരത്തോട്ട് പോവാണ്. അതെ അതെ, ഞങ്ങൾ ഇന്ന് വെളുപ്പിനെ തുമ്പൂരിൽ നിന്ന് ഇറങ്ങിയതാണ്. ഇപ്പോൾ തിരുച്ചി എത്തി. ഇനി ഒരു 220 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ രാമേശ്വരത്ത് ഇന്ന് നമ്മൾ അവിടെ പോയി സ്റ്റേ ചെയ്യും. സ്റ്റേ ചെയ്തിട്ട് നാളെ രാവിലെ രാമേശ്വരം ടെമ്പിളിലെല്ലാം കയറി ബ്രിഡ്ജ് പിന്നെ അവിടുന്ന് നമ്മൾ ധനുഷ്കോടി പോവും. അതൊക്കെയാണ് ഈ വീഡിയോക്കകത്തുള്ളത്. അപ്പോൾ എല്ലാവർക്കും ട്രാവൽ ആർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭയങ്കര തിരക്കാണ് ഈ റോഡുകളിൽ. നല്ല തിരക്കുണ്ടല്ലേ? അതെ, അല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ അല്ലേ? പിന്നെ എല്ലാം റോഡ് പണിയാ കേട്ടോ. അതുകൊണ്ട് അതിന്റെ കൂടെ ഭയങ്കര തിരക്ക്. ഒരു സൈഡിൽ കൂടെ വിട്ടേക്കുവാ. അതെ അതെ. ഇവിടുന്ന് മധുരയ്ക്കും പോയല്ലേ? ഇവിടുന്ന് മധുരയ്ക്ക് പോവാ. ഇതിന് ഇടത്താണ് 55 കിലോമീറ്റർ ഇവിടെ തഞ്ചാവൂര്. തഞ്ചാവൂർ പോണോ? തഞ്ചാവൂര് പോണമെന്നുണ്ട്, പക്ഷെ സമയമില്ല. നമ്മൾ തഞ്ചാവൂർ പോയി കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നമ്മൾ 7:30 ചെല്ലുള്ളൂ രാമേശ്വരത്ത്. തഞ്ചാവൂർ പോവാണെങ്കിൽ പറ്റില്ല. അതുപോലെ തഞ്ചാവൂർ പോയാലേ അവിടെ തൊഴുതരുതെന്നോ എന്തോ ഒരു അല്ല, അതിലെന്താ മെയിൻ വാതിൽ വഴി അകത്തേക്ക് കയറുന്ന അങ്ങനെ എന്തോ സംഭവം ഉണ്ട്. അതായത് ഉയർന്ന പദവിയിലിരിക്കുന്നവരും പിന്നെന്താ പറയാ, അങ്ങനെ എന്തോ ഒരു ഇത് പറയുന്ന കേക്കാം. അത് നെഗറ്റീവ് എനർജി ആണെന്നാ പറയുന്നേ. നമുക്കറിയത്തില്ല. നമ്മൾ പല വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഇങ്ങനെ, അല്ലാതെ നമുക്കറിയത്തില്ല. ഇപ്പൊ നമ്മുടെ സമയം നമ്മള് ഇതൊന്നും ഉദ്ദേശിച്ച ഒരു ഇതല്ലായിരുന്നല്ലേ? ഇത് പ്ലാൻ ചെയ്തതല്ല, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ്. സിഗ്നൽ അല്ലേ? നല്ല തിരക്കുണ്ട്. ഇപ്പൊ തിരുച്ചി എയർപോർട്ട് കഴിഞ്ഞുള്ള റോഡായത്. എയർപോർട്ട് റോഡായിരുന്നു. അതെ അതെ. എയർപോർട്ട് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നു. രാമേശ്വരം 218 കിലോമീറ്റർ. അതാ ബോർഡുണ്ട്. വായിക്കാൻ പറ്റില്ല, വണ്ടി ഓടിക്കുമല്ലേ. ഈ തമിഴ്നാട്ടിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാല് ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അല്ലേ? കേരളത്തിനകത്ത് തീരെ സ്ഥലമില്ല. ഒരു ഡെവലപ്മെന്റ് വന്നാൽ പോലും സ്ഥലമില്ല. ഇവിടെ കർണാടക അതുപോലെ അല്ലേ? അത് ഇഷ്ടംപോലെ സ്ഥലങ്ങളുള്ളതുകൊണ്ട് എന്ത് ഡെവലപ്മെന്റ് വന്നാലും അവർക്ക് വിഷയമില്ല. കാട് പിടിച്ച് ഇഷ്ടംപോലെ സ്ഥലമാണ് കിടക്കുന്നത്. അതെ അതെ അതെ. പെട്രോൾ പമ്പ് ഞാൻ കരുതി ഈ റോഡിലൊന്നും ഹോട്ടൽസ് ഉണ്ടാവില്ലെന്നാണ്. ഇഷ്ടം പോലെ ഉണ്ട്. നല്ല ചൂടാ വെളിയിലല്ലേ? ചൂടുണ്ട്, നല്ല ചൂടാ. നമ്മള് കുറച്ച് മുന്നേ ഇറങ്ങിയില്ലായിരുന്നു, അന്നേരം നല്ല ചൂടാ പുറത്ത്. അകത്തിരിക്കുന്നോണ്ട് അറിയുന്നില്ല. അതെ അതെ അതെ. ഗൈസ്, നമ്മുടെ കൂടെ നമ്മുടെ അപ്പു ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് എവിടെയോ ഉണ്ട്. അവനെ ഒളിച്ചിരിക്കുവാ. അവന് വണ്ടി വരുന്നതും പേടിയാ. പുറത്തോട്ട്, അതായത് ഇവിടെ കാണാൻ പറ്റുമല്ലോ പുറത്തോട്ട്, അപ്പൊ അതൊക്കെ പേടിയാ. അപ്പൊ അവന് സീറ്റിന്റെ അടിയിൽ കയറി കിടന്നുറങ്ങും. അതാണ് അവന്റെ മെയിൻ പരിപാടി. പിന്നെ ഒന്നും കഴിച്ചിട്ടില്ല ഇന്ന് രാവിലെ. അതെ, നമ്മൾ ട്രാവൽ ചെയ്യുമ്പോ കഴിക്കാറില്ല കേട്ടോ. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോ കഴിച്ചതാ. വെള്ളം പോലും കുടിച്ചിട്ടില്ല. വെള്ളം കൊടുത്തിട്ട് കുടിച്ചില്ല. ഇല്ല, ഞാൻ അത് മറ്റേ ഇത് ഡ്രൈ ഇല്ലേ, ഡ്രൈ ഫുഡ്, അത് ഞാൻ ഇച്ചിരി ഇങ്ങനെ മണപ്പിച്ച് കൊടുത്തിട്ട് അവനൊന്നും കഴിക്കുന്നില്ല. അത് പിന്നെ അങ്ങനെ ഫസ്റ്റ് ടൈം ഒന്നും അല്ല. അവൻ കാറി കയറിയ പിന്നെ ഒന്നും കഴിക്കത്തില്ല. എവിടെയെങ്കിലും ചെന്ന് അവനൊരു സേഫ് സോണിലാന്ന് മനസ്സിലാക്കി കഴിഞ്ഞിട്ടേ അവൻ കഴിക്കത്തുള്ളൂ, കുടിക്കത്തുള്ളൂ, ഒക്കെ ചെയ്യുള്ളൂ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് തിരുച്ചിറപ്പള്ളി. അതെന്തോ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലേ? ഇഷ്ടംപോലെ ഉണ്ട് അങ്ങനത്തെ
ഈ റോഡുകൾ അല്ലേ ശരിയല്ലേ തമിഴ്നാട് ഒരുപാട് കണ്ടു. വലിയ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടല്ലേ. അതിപ്പോ മെഡിക്കൽ ആണെങ്കിലും എഞ്ചിനീയറിംഗ് ആണെങ്കിലും കുറേ നമ്മൾ കണ്ടു. ഈ ഇവിടെ ഒരുപാട് മലയാളി കുട്ടികൾ പഠിക്കുന്നുണ്ടാവും. പിന്നെ ഇഷ്ടം പോലെ നാട്ടിൽ നിന്നൊക്കെ നമ്മളൊക്കെ ഇവിടെ അവിടെ എന്താ പറയാ തമിഴ്നാട്ടിലാണ് പഠിക്കുന്നത് പറയത്തില്ല. തിരുച്ചി ഞാൻ ഈ വഴിക്ക് ആദ്യമായിട്ടാണ് വരുന്നത് കേട്ടോ. തിരുച്ചി നമ്മുടെ രാമേശ്വരം സൈഡ് ആദ്യമായിട്ടാ അല്ലേ? അതെ. ഇന്ത്യയുടെ ഒരു മൂലക്കല്ലോ രാമേശ്വരം. ഒരു സൈഡാ, ഒരു അറ്റം എന്നാണ് പറയുന്നത്. ഇന്ത്യയുടെ അവസാന ലാൻഡ് എന്നാണ് ധനുഷ്കോടി അറിയപ്പെടുന്നത്. ശരിക്കും രാമേശ്വരം ഒരു ഐലൻഡ് ആണ്. ആ പാമ്പൻ ബ്രിഡ്ജ് ഇല്ലായിരുന്നുണ്ടെങ്കിൽ അത് ഐലൻഡ് പോലെ തന്നെയാണ്. ഈ പാമ്പൻ ബ്രിഡ്ജാണ് തമ്മിലുള്ള ബന്ധം. ഇവിടൊക്കെ ചെറിയ ചെറിയ ഒരുപാട് വ്യവസായങ്ങളുണ്ട്. ഇഷ്ടം പോലെ നമ്മുടെ ഒക്കെ നാട്ടിലെ ഉള്ളതൊന്നും ഇല്ലാത്തത്. തമിഴ്നാടും കർണാടകയും എന്നൊക്കെ പറഞ്ഞാൽ വ്യവസായ സൗഹൃദ സംസ്ഥാനങ്ങളല്ലേ. ചെറിയ 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 അപ്രൂവൽ ഒക്കെ കിട്ടാൻ വളരെ എളുപ്പമാണ്. അത് പവർ ഹൗസോ അതാന്ന് തോന്നുന്നു കേട്ടോ. തിരുച്ചി ടോൾ. ഞാൻ കുറച്ച് മുമ്പ് ഓർത്തേ ഉള്ളു എന്താ ടോള് വരാഞ്ഞേ. ഈ റോഡിലോട്ട് കയറിയിട്ടെ അല്ല, ഈ റോഡ് ഇവിടെ ഈ റോഡിൽ കയറിയിട്ട് ഇപ്പോഴാണ് ടോള് വരുന്നത് അല്ലേ? ശരിയാ. ഇവിടെ ബാരിക്കേഡ് ഇല്ല. നല്ല സിസ്റ്റം വെച്ച് കഴിഞ്ഞാൽ ബാരിക്കേഡിന്റെ ആവശ്യമില്ല. ഇതിപ്പോ അവിടെ വരുമ്പോൾ ബാരിക്കേഡ് ഇത് ഉയരുമോ എന്നുള്ള ഒരു ടെൻഷനാണ് നമുക്ക്. ചിലപ്പോ ഉയർന്നിട്ട് പെട്ടെന്ന് ഇതാവില്ലേ. പിന്നെ നമ്മുടെ ഫ്രണ്ടിന്റെ കാറിന് അങ്ങനെ പറ്റിയല്ലേ, ഡാമേജ് ആയില്ലേ അതിന്റെ ടോപ്പ്. ഇങ്ങനത്തെ കാലി റോഡ് കാണണമെങ്കിൽ തമിഴ്നാട് വരണം അല്ലേ? കൊറേ സൗണ്ട്. ഇതെന്തോ നേരെയല്ലേ? ആ ഇവിടെ സ്പീഡ് ബ്രേക്കറാണ്. ഞാൻ വിചാരിച്ചു ക്ലോസ് ചെയ്തേക്കുക. സ്പീഡ് ബ്രേക്കറേ ക്ലോസ് ചെയ്ത പോലെ തോന്നി. അതെന്താ അങ്ങനെ? വാസലിന് ലിപ് ബാം ഉണ്ടോ? വാസലിന് പോലെ പിന്നെ തരണേ. അതൊന്നും എടുത്തില്ലേ വെള്ളം? അയ്യോ അതിപ്പോ എന്ത് ചെയ്യുന്നു? എന്ത് ചെയ്യൂ അല്ലേ പറഞ്ഞ. ഇതുണ്ടോ ടൂ വീലറേ അല്ലേ? അത് അതെ ഇവിടെ മഴ പെയ്ത ലക്ഷണമേ ഇല്ല, പക്ഷെ വെള്ളം കണ്ടോ അല്ലേ? അതെ ഇവിടൊക്കെ ഇങ്ങനെ എനിക്ക് തോന്നി കൃഷി ആവശ്യത്തിനൊക്കെ ഈ തടാകം പോലെ ഇങ്ങനെ കെട്ടിയിട്ടേക്കോ അല്ലേ? അത് മഴവെള്ളം ശേഖരിക്കാനാണ്. പക്ഷെ മഴ അടുത്ത കാലത്തൊന്നും പെയ്തായിട്ട് തോന്നുന്നില്ല. അത്രയ്ക്ക് വെയില, ചൂടോ എവിടെ മഴ പെയ്താലും എവിടെ എന്ത് സംഭവിച്ചാലും തമിഴ്നാടിന് ചൂടല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ എന്താ പറയാ ഒരാഴ്ച അടുപ്പിച്ച് മഴ എന്ന് കഴിഞ്ഞാൽ ഭയങ്കര വെള്ളപ്പൊക്കം. ഇന്ന് നാട്ടിൽ മഴ കണ്ടു മടുത്തു മനുഷ്യർക്ക്. ഞാൻ അതുകൊണ്ട് വിചാരിച്ചു തമിഴ്നാട്ടിലും ഭയങ്കര കുറച്ച് കുറവില്ലാത്ത ചൂടായിരിക്കുമെന്ന്, തണുപ്പാന്ന് വിചാരിച്ചു. പക്ഷെ വൻ ചൂടാ ഇവിടെ. രക്ഷയില്ലാത്ത ചൂടാ. എന്ത് വെള്ളം പറ്റത്തില്ല, അത്ര ചൂട്. ഇതെന്തോ ഇത്? അമ്പലത്തിലെ ഏതാണ്ടാ മഞ്ഞ കളറും ചുമന്ന ഉടുപ്പും ഒക്കെ ഉണ്ട് ചിലർക്ക്. ഏതമ്പലം? ഇത് അവരോടുള്ള ഗ്യാങ് ആയിരുന്നു കേട്ടോ. ആയിരുന്നു. ആരെ കുറച്ച് ലേറ്റായി പോയി, സ്ലോയിൽ നടന്നു വരുക. ചൂടല്ലേ ഇപ്പൊ? എന്താ കണ്ടുപിടിച്ചു ನೀನೇನು ಮೆಂಡ್ರಿಗೆ ಹೇಳ್ತಾ ಇದ್ದೀರಾ? ಅಲ್ಲ ಅದು ಕನ್ನಡದಲ್ಲಿ. നമ്മൾ മലയാളത്തിലാണെന്നുണ്ടെങ്കിൽ നിന്റെ 8 അല്ല എന്റെ 10. അതൊന്നും എനിക്കറിയത്തില്ല, നീ എന്നോട് ചോദിക്കാം. ഇതൊക്കെ പണ്ട് തൊട്ടേ പറഞ്ഞു വരുന്നത്. ഇല്ല
എന്താ ഇത് ഏതാ എന്താ എഴുതിയേക്കുന്നേ? ഗവൺമെന്റ് മ്യൂസിയം. വായിക്കാൻ പറ്റത്തില്ല. ആ ഗവൺമെന്റ് മ്യൂസിയം എന്നൊക്കെ എഴുതി. എവിടെ? അവിടെ ബോർഡ് ഉണ്ടായിരുന്നു. എവിടെയാന്ന് നമുക്ക് അറിയില്ല. ഞാൻ ഡ്രൈവ് ചെയ്യുകയല്ലേ കുട്ടി, എനിക്ക് വായിക്കാൻ പറ്റില്ല ബോർഡുകളൊന്നും. എന്താ ചിരിച്ചേ? She was recording you. എഞ്ചിനീയറിംഗ് കോളേജ് കണ്ടോ, ധാരാളം കോളേജുകളുണ്ട് ഈ റോഡിൽ. പോളിടെക്നിക്. അതെ, സുദർശൻ. അതാണ്ട് ചെറിയ ഉള്ളി കൊണ്ടുപോകുന്നുണ്ട് ഇഷ്ടം പോലെ. ഇവിടൊക്കെ വില കുറവായിരിക്കും അല്ലേ? കുറവൊന്നും കാണത്തില്ല. പിന്നെ അല്ല ഉണ്ട്, ഉണ്ട്. തമിഴ്നാട്ടിൽ ചെറിയ ഉള്ളിക്ക് വില കുറവാ. നല്ല ഭംഗിയല്ലേ, പ്രകൃതി രമണിയാ. എന്താ പറഞ്ഞ? പ്രകൃതി രമണി. പാടം പാടം നമ്മളെ സപ്പോർട്ട് ചെയ്യില്ലേ? പിന്നെ സപ്പോർട്ടൊക്കെ കൊള്ളാം. പക്ഷെ വർഷം 5 ആയി, ഇതുവരെയും മോണിറ്റൈസേഷൻ ആയിട്ടില്ല. അതെ, എല്ലാരും ചോദിക്കുന്നുണ്ടേ, എന്ത് നിങ്ങക്ക് ഇത്രയൊക്കെ ആയില്ലേ, അതായില്ലേ, ഇത്ര വ്യൂസ് ആയില്ലേ എന്നൊക്കെ. നമ്മുടെ ചില വീഡിയോസ് ഒക്കെ എടുത്തിട്ട് ചിലർ പറയുന്നുണ്ട്. ഇല്ലാന്ന് പറയുമ്പോ ചിലരൊന്നും വിശ്വസിക്കുന്നുമില്ല കേട്ടോ. ആദ്യം നല്ല വ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ നമ്മൾ ഇടയ്ക്ക് വീഡിയോ ഇടില്ലായിരുന്നു, പിന്നെ ഗ്യാപ്പ് കൊടുത്തു വീഡിയോസ്. ഇപ്പൊ വീഡിയോസ് ഇട്ടാന്നും ആരും കാണത്തില്ല, ഇല്ല, 50 പേരൊക്കെ കാണുള്ളൂ. പിന്നൊരു സന്തോഷം, ഒരു മനസുഖം, അത്രേ ഉള്ളൂ. പാട്ട് പാടുന്നു. അത് നിർത്തിപ്പോയി. കോപ്പിറൈറ്റ്. അയ്യോ, അത് ശരി. ആരെ കോപ്പിറൈറ്റ് കൊടുക്കുന്ന? നിങ്ങളോ? ഇഷ്ടംപോലെ പാടമൊക്കെ കണ്ടത്തിൽ നമ്മുടെ കൂട് കൃഷിയുണ്ട്. തമിഴ്നാട്ടിൽ ശരിക്കും കൃഷി. നമ്മുടെ ഇപ്പൊ അങ്ങനെ ഇല്ല, നമ്മളുടെ സ്ഥലവും ഇല്ലല്ലോ കൃഷി ചെയ്യാൻ, വളരെ കുറച്ചല്ലേ ഉള്ളൂ. ഇവിടെ അത്യാവശ്യം എല്ലാരും കൃഷി ചെയ്യും. ഇവിടുന്നൊക്കെ അല്ലയോ നമ്മുടെ നാട്ടിലോട്ട് പോകുന്നത്. ഇവിടുന്ന് കർണാടകയിൽ നിന്നൊക്കെ അല്ലേ കൂടുതലും പോകാൻ. നാട്ടിൽ സ്ഥലം ഇല്ല എന്നുള്ളതാണ് മെയിൻ വിഷയം. ആൾക്കാര് ഇവിടെ റോഡിന് 2 വശത്തായിട്ടും കിടക്കുന്ന സ്ഥലങ്ങൾ കണ്ടോ അല്ലേ? അതെ അതെ. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ? നോക്കി, 2 വീലറുകാരെ നോക്കിയേ, 2-3 പേരൊക്കെ വെച്ചിട്ട് പോകും. പക്ഷെ ഹെൽമെറ്റ് നിർബന്ധമല്ല കേട്ടോ. അതെ, നമ്മുടെ നാട്ടില് സ്ട്രിക്റ്റ് ആണ്, 2 പേരും വെച്ചേ വരുള്ളൂ. കർണാടകയില് അറ്റ്ലീസ്റ്റ് ഫ്രണ്ടിലുള്ളവരെ വെച്ചാൽ മതി. നമ്മുടെ ബാംഗ്ലൂർ അല്ല, 2 പേരും വെക്കണം. ഗൈസ്, അത് ഒരു ഫോർട്ട് ഉണ്ട് ഗൈസ്, കാണുന്നില്ല അല്ലേ? സൂം ചെയ്താ അറിയാം, ഒന്ന് സൂം ചെയ്താ അറിയാം. വലിയ ഒരെണ്ണം, പക്ഷെ വെള്ളം കുറവാണ്. എന്നാൽ മഴക്കോളുണ്ട് കണ്ടോ, രാത്രി മഴ പെയ്യാൻ സാധ്യതയുണ്ട്. നാട്ടിലെ മഴയല്ലേ? അതെ, നമ്മളങ്ങ് ചെന്നിട്ട് മഴ പെയ്താലും മതിയായിരുന്നു അല്ലേ? നമ്മള് പോകുന്ന വഴിക്ക് മഴയാണെങ്കിൽ കുറച്ചുകൂടെ ലേറ്റ് ആവും, ട്രാഫിക്. ശരിയാണ്, അത് കുറച്ചുകൂടെ സമയം എടുക്കും. ഇതല്ലേ യൂക്കാലിയാണോ മരം? യൂക്കാലി മരമായത് തോന്നുന്നു കേട്ടോ. ആണോ? നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു. യൂക്കാലി അല്ലേ? യൂക്കാലിപ്റ്റസ് മരങ്ങൾക്കിടെ അൽബീസിയ അങ്ങനൊരു മരമുണ്ട്, ഇതിൻ്റെ കൂടെ തന്നെ ഇരിക്കുന്നത്. എത്ര ഉണ്ട്? രാമനാഥപുരം 102, രാമേശ്വരം 161.
എന്ത് വഴി? അയ്യോ ഇവിടെ ഉണ്ടായിരുന്നു ശർക്കരയാ. 182 കിലോമീറ്റർ. എത്ര? അപ്പു തല കാണിച്ചെന്നടി. എന്തിയടി? എന്തി കാണിച്ചേ? അപ്പുനെ കാണിച്ചടി. ഇവിടെ കാണിച്ചടി. അപ്പുനെ കാണാൻ ഒക്കുന്നില്ല, ഉള്ളിലാ. ആണോ? കാണുന്നില്ല? വെളി വന്നോ അവനെ? വെളിയില് വന്നിട്ടില്ല. ഈ ബൈക്കില് പോകുന്ന പിള്ളേരുണ്ടല്ലോ, എന്തോ നമ്മളെ നോക്കുന്നുണ്ട്. എന്തിന്? എന്താന്ന് അറിഞ്ഞൂടാ. ഏത് ബൈക്കിൽ പോകുന്ന പിള്ളേര്? പുറകില്. നമ്മുടെ തൊട്ട് ബൈക്കിലുണ്ട് പിള്ളേര്. പുറകിലല്ല, സൈഡിലായിരുന്നു. അത് ഇതൊക്കെ ചിലപ്പോ ക്യാമറ പിടിച്ചേക്കുന്ന വീഡിയോ എടുക്കുന്നത് കണ്ടോണ്ട് വെറുതെ ഇവർക്ക് എന്താ തലയ്ക്ക് സുഖമില്ലേ? വീഴാൻ സാധ്യതയുണ്ട് കേട്ടോ. നല്ല മഴക്കോളന്. അമ്പലം കണ്ടു, എന്ത് രസം കാണാനത്. തമിഴ്നാട്ടിൽ പിന്നെ അമ്പലങ്ങൾക്കൊന്നും ഒരു കുറവുമില്ല, ഇഷ്ടം പോലെ അമ്പലങ്ങളാണ്. കേരളത്തിലുണ്ട്. മഴ ഭയങ്കര മഴക്കോള് കേട്ടോ. ഇരുട്ട് അടച്ച് മഴയ്ക്ക് സാധ്യതയുണ്ട്. വെള്ളം കുടിക്കാൻ ഒരു തെണ്ടിയുടെ ആവശ്യമില്ല. അത് ശരി. പിന്നെ തന്നെ എടുത്ത് കുടിച്ചാ പോരെ. ഇല്ല ഇല്ല, ഏത് സിനിമയ്ക്കകത്ത് വണ്ടി തള്ളാൻ ഒരു തെണ്ടിയുടെ ആവശ്യമില്ലെന്ന് പറയുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് സി.ഡി. മൂസ. ടോൾ ഗേറ്റ് ഓഫ് ഇന്ത്യ. ഇനി എത്ര? 71 അല്ലേ? 70 കിലോമീറ്റർ, 1.5 മണിക്കൂർ, 1 മണിക്കൂർ 20 മിനിറ്റ്. ഇവിടെ അടുക്കത്തോറേ ആൾതാമസം ഒക്കെ കുറവാണ് അല്ലേ? അല്ലേ? മരുഭൂമി പോലെ. മരുഭൂമി പോലെയാണല്ലേ? ഈ പിന്നെ എന്തൊരു കാറ്റും അല്ലേ? അത് കടലടുത്തല്ലേ, തൊട്ടടുത്തല്ലേ കടല്. ഇത് നോക്ക്. ശരിയാ. ഓ ചുമ്മാതല്ല, തൊട്ടടുത്തായിട്ട് കടലുണ്ട്. ആ ഒരു കാലാവസ്ഥ ഒരു വ്യത്യാസമായില്ലേ? ഒരു കാറ്റൊക്കെ ഉണ്ട് പുറത്ത് കേട്ട്. നല്ല ഭംഗിയാണ്, നല്ലതാ കാണാൻ. നല്ല രസം. വണ്ടി ഇടിച്ചാണോ? അറിയില്ല, ആയിരിക്കും. അല്ല പിന്നെ അവിടെ കിടന്നിട്ട് തിരുത്താൻ കളിക്കത്തില്ല. അത് വണ്ടി കയറത്തേ ഉള്ളത്. ആരെങ്കിലും വന്ന് മാറ്റുമായിരിക്കും അല്ലേ? മാറ്റുമായിരിക്കും. അത് പെട്ടെന്ന് ഇങ്ങനെ ക്രോസ് വെക്കുന്ന നല്ല സ്പീഡിലല്ലേ വണ്ടി വരുന്നത്. സമയം കഴിയുമ്പോ സമയം 5:57. 6 മണിയാവുന്നു. ഇനി ഒരു 1.5 മണിക്കൂർ എടുക്കും നമ്മള് ചെല്ലാനല്ലേ? ഒരു കടൽക്കരയിലൊക്കെ ഉള്ള പോലെ ഒരു ആ മഴക്കോളിന്റെ ആണോ ഇനി? മഴക്കോളിന്റെ ഇങ്ങനെ അടുക്കുംതോറും ഇങ്ങനെ ആയിരിക്കുമോ? അറിയില്ല. മഴക്കോള് തന്നെ ആയിരിക്കും അല്ലേ? മഴക്കോളുണ്ട്. ചായ നമുക്ക് ഇവിടെ ചായ കുടിക്കാൻ നിർത്തിയാലോ? അതെ, സമയം 6 മണിയാവുന്നല്ലേ? ശരിയാ, നമ്മള് ചായ കുടിച്ചില്ല. ഇല്ല. പിന്നെ നിങ്ങക്ക് പിന്നെ ചായ വലിയ താല്പര്യം ഇല്ലാത്തത് കൊണ്ട് വണ്ടി ഓടിക്കുമല്ലേ? 6:30 തുടങ്ങിയല്ലേ? രാവിലെ 6:30 തുടങ്ങിയ പരിപാടിയല്ലേ? അല്ല, സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങുന്നു.
ഇവിടെ ഒരു കടയില് ചായ കുടിക്കാല്ലേ. ചായ കുടിക്കാം അല്ലേ? നല്ല തിരക്കുണ്ട് കേട്ടോ, വണ്ടിയും വിചാരിക്കുന്നു. കുടിക്കാന്നാ നമുക്ക് ചായ കുടിച്ചിട്ട് വരാം. നമ്മൾ ചായ കുടിച്ചിട്ട് കാണാൻ. അതെ, നമുക്ക് ചായ കുടിക്കട്ടെ. ഓക്കെ. ഞാൻ വിചാരിച്ചു വേറെ വല്ലതും പറയുമെന്ന്. അങ്ങനെ ഇരുട്ടി അല്ലേ? നമ്മള് സന്ധ്യയായി. രാമേശ്വരം ഇനി 1 മണിക്കൂർ കൂടെ ഉണ്ട്. ഞങ്ങള് ചായയൊക്കെ കുടിച്ചു. അങ്ങനെ ചായ എല്ലാം കൂടി കഴിഞ്ഞ് വണ്ടി വിട്ട് രാമേശ്വരം ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ. ഉപ്പുപാടം അല്ലേ അത്? അതെ അതെ, ഉപ്പ അല്ലേ? നമ്മൾ കൂട്ടിയിട്ടേക്കുന്നതാണ്. ഇങ്ങനെ കൂട്ടിയിട്ടേക്കുന്നതാണ് പാക്കറ്റിലാക്കി നമ്മൾ കഴിക്കുന്നത് കേട്ടോ. അതല്ലപ്പ അവിടെ എങ്ങനെയാന്ന് അറിയത്തില്ല. നോക്കുമ്പോ എന്തുവാ അത്, ഒരുപാടുണ്ട് കേട്ടോ. ഇവിടെ എന്ത് വെള്ളമൊക്കെയാ കേട്ടോ. വൈകുന്നേരം ആയപ്പോഴേ ഭയങ്കര ഒരു ഭംഗിയല്ലേ? അതെ അതെ അതെ. ആകാശവും ചെമ്മാനം, ഒരു സൈഡ് ചെമ്മാനം ഉള്ളതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു രസം കാണാന്. പ്രകൃതി ഇങ്ങനെ നമ്മള് ഇനി 1 മണിക്കൂർ അല്ലേ? 1 മണിക്കൂറേ ഉള്ളു രാമേശ്വരം. വഴിയിൽ നിന്ന് മലയാളി പിള്ളേരാ കേട്ടോ. അതാണ് തൂത്തുക്കുടിയാണ് ടൂറ്റിക്കൊറിയൻ. 14 കിലോമീറ്റർ നേരെ പോയി കന്യാകുമാരി അല്ലേ? നമ്മളിങ്ങനെ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോകത്തുള്ളൂ നാളെ കേട്ടോ. ഇവിടുന്ന് ഇടത്തോട്ടാണ് രാമേശ്വരം. നല്ല തിരക്കുണ്ടല്ലേ? രാമേശ്വരം 49 കിലോമീറ്റർ. ധനുഷ്കോടി നാളെ ശനിയാഴ്ച അല്ലേ? വലിയ തിരക്കുണ്ടാവില്ലായിരിക്കും. സ്ഥലപ്പേര് ചെമ്പടരായകുളം. അങ്ങനെ കണ്ട് എന്തോ ആണ്. വെറൈറ്റി പേരുകളാണ് അല്ലേ അവിടെയൊക്കെ? എന്തോ ലേക്കൊക്കെയാന്ന് തോന്നുന്നു. ഗൈസ്, അങ്ങനെ പാമ്പൻ പാലം അടുത്ത് കേട്ടോ. നമുക്കും അറിയില്ല, ഇതാണെന്ന് തോന്നുന്നു. ഇതാണെന്ന് തോന്നുന്നു, കുറച്ച് ആണെന്ന് തോന്നുന്നു കേട്ടോ. അതെ, അത് 2 കടലാണ്. കടലിന് കുറുകെയുള്ള പാലമാണ് പാമ്പൻ പാലം. ആ സൈഡിൽ കാണുന്നില്ല, ലെഫ്റ്റ് സൈഡില്, അതാണ് മറ്റേ റെയിൽവേ പാലം. ഇപ്പൊ പുതിയ റെയിൽവേ പാലം, അത് പുതിയ റെയിൽവേ പാലം അങ്ങനെയല്ല കാണാതെ കണ്ടോ. ബിൽഡല്ല, അതെല്ലാം എന്നേ ഇനാഗ്രേഷൻ കഴിഞ്ഞു. ഇതാണ് പാമ്പൻ പാലം. യെസ്, അങ്ങനെ പാമ്പൻ പാലത്തിലെത്തി. ഇതാ പുതിയ റെയിൽവേ ബ്രിഡ്ജ്. നമുക്ക് കാണാൻ പറ്റില്ല, തൊട്ട് ഇരുട്ടാണ്ട് കാണാൻ പറ്റത്തില്ല. നാളെ പകല് കാണാം തിരിച്ചു വരുമ്പോ അല്ലേ? കടലാണ് ഇതിന്റെ അടിയിലെ.
ഇതോ അവിടെ കാണാം ആ പുതിയ ബ്രിഡ്ജിന്റെ ഇത് ഓപ്പൺ ചെയ്യത്തില്ലേ ഈ ഷിപ്പുകൾ പാസ് ചെയ്യാൻ വേണ്ടി. അതുകൊണ്ട് അവിടെ കാണുന്നത് കണ്ടോ, നല്ല തിരക്കാണ്. എൻ്റെ തീരെ സ്ഥലമില്ല. പിന്നെ ആൾക്കാർ ഇവിടെ വണ്ടി നിർത്തി കാണുകയൊക്കെ ചെയ്യുന്നത് എങ്ങനെയാ? ഇവിടെ റോഡിൽ നിർത്തുവോ? ഇത് അത് ബ്രിഡ്ജ് അമ്മ. അത് ഈ കപ്പൽ പോകാൻ വേണ്ടി 2 സൈഡിൽ നിന്ന് ഇങ്ങനെ ഓപ്പൺ ആവും, മേലോട്ട് പോകും. മനസ്സിലായോ? ഇതാണ് ഇത് പുതിയ പാലമായിരുന്നു. ഇപ്പൊ വേണ്ട നാളെ നോക്കാം നമുക്ക് പകൽ. കണ്ടോ ഇത് സാധനം, ഇത് പൊങ്ങും. ഷിപ്പ് വരുമ്പോ ഇതിങ്ങനെ ഉയർത്തും. ഇവിടെ ആൾക്കാർ വണ്ടി നിർത്തിയേക്കുന്നതാണ് കാണാൻ വേണ്ടി. എല്ലാരും നോക്കി നിൽക്കുന്നല്ലോ. ഇത് ഈ ഓട്ടോക്കാർ ഇല്ല, ഈ ഓട്ടോക്കാർ കൊണ്ടുവന്നതാണേ. അത് ചെറിയ വണ്ടിയല്ലേ, കാറൊന്നും കൊണ്ട് പകല് കാണാൻ ചിലപ്പോൾ നിർത്തും കേട്ടോ. പകല് നിർത്തും, അപ്പൊ നമുക്ക് നിർത്താം. ഇവിടെ താഴെ എന്ത് ഭംഗിയാന്നറിയാം. നമുക്കിപ്പോ രാത്രിയായിട്ട് കാണാത്തതാണേ, നല്ല ഭംഗിയാ താഴെ. കാണില്ല, വണ്ടിയുടെ വെളിച്ചമാണല്ലേ. അത് പള്ളിയാണ്. അവിടെ താഴെ എല്ലാം ബോട്ടുകളുണ്ട്. അതെ, പക്ഷെ അത് ക്യാമറയിലും കിട്ടത്തില്ല. അപ്പം നമ്മൾ രാമേശ്വരം എത്തിയിരിക്കുന്നു ഗൈസ്. അപ്പം ഇവിടെ എൻട്രി ചെയ്യാൻ നേരം നമുക്ക് എൻട്രി ഫീ ഉണ്ടായിരുന്നു, 100 റുപ്പീസ് ഉണ്ടായിരുന്നു. ഇപ്പം നമ്മൾ ഓബ്വിയസ്ലി കിടന്നുറങ്ങണമല്ലോ, അതിന് വേണ്ടിയിട്ട് നമ്മൾ ഹോട്ടൽ നോക്കാണ്. പപ്പ നോക്കാൻ പോയിട്ടുണ്ട്. അപ്പം ഇവിടെ കുറേ ഹോട്ടൽസ് ഉണ്ട് ഗൈസ്. നല്ല നല്ല എന്താ പറയുക, നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ ഹൈഫൈ ഹോട്ടൽസൊക്കെ ഉണ്ട്. അതെ, എൻക്വയറി ഒന്ന് ജസ്റ്റ് ഒന്ന് റൂമൊക്കെ ക്ലീൻ ആണോ എന്നൊക്കെ നോക്കിയിട്ട് പപ്പ ഡിസൈഡ് ചെയ്യും ഇത് വേണോ അത് വേറെ വേണോ എന്നുള്ളത്. നോക്കിയിട്ട് വരട്ടെ അല്ലേ. വരുന്നുണ്ട്, എന്താ പറയുന്നത് നോക്കട്ടെ. അബൌട്ട് ദ ഹോട്ടൽ. ആ എന്തായി? 2500 AC റൂം, കുഴപ്പമില്ല. ബ്രേക്ക്ഫാസ്റ്റ്, രാവിലത്തെ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ 2800 രൂപ. ഇതിങ്ങനെയാണ്. ഓക്കെ അല്ലേ? ഓക്കെ, അഫോർഡബിൾ ആണ്. വണ്ടി കൊണ്ടുപോട്ടെ അകത്തോട്ട്. യെസ്, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല. ആ ശരി ശരി, ഓക്കെ. ക്ലീൻ അല്ലേ റൂമൊക്കെ? ഓക്കെ, ക്ലീനാ. അപ്പം നമ്മൾ റൂമൊക്കെ എടുത്തു. അത് നേരത്തെ കാണിച്ച അതേ ഹോട്ടൽ തന്നെയാണ്, നല്ല ഹോട്ടലാണ്. അപ്പം ഇതാണ് നമ്മുടെ റൂം. സിമ്പിളാണ്, അഫോർഡബിൾ ആണ്, നല്ല ഒരു കസ്റ്റമർ സർവീസാണ്. ഇതിപ്പം നമ്മൾ 3 പേരുണ്ടല്ലോ, അപ്പം ഒരു കിങ് കോട്ടും പിന്നെ ഒരു സിംഗിൾ കോട്ടുമാണ് ഉള്ളത്. പിന്നെ ഒരു ബാത്റൂം. ഓക്കെ, ഇതാണ് ബാത്റൂം. നല്ല ക്ലീൻ ബാത്റൂം ആട്ടോ, അത് പ്രത്യേകം പറയണം എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം യൂഷ്വലി ബാത്റൂമൊക്കെ കുറച്ച് നമ്മളിങ്ങനെ റൂമൊക്കെ എടുക്കാൻ പോകുമ്പം കുറച്ചൊന്ന് എന്താ ഒരുമാതിരി ക്ലീൻലി ഇല്ലാത്ത പോലെ തോന്നും. പക്ഷേ ഇത് കൊള്ളാം. അതാണ്ട് നമുക്ക് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സിങ് ടേബിളുണ്ട്. പിന്നെ ഓബ്വിയസ്ലി അവർ നമുക്ക് വാട്ടർ ബോട്ടിലും ടവലും സോപ്പും ഷാമ്പുവും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ അത്രേ ഉള്ളൂ. ഇതാണ് നമ്മുടെ റൂം ടൂർ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ റൂമൊക്കെ എടുത്ത് ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കിടക്കാൻ തുടങ്ങുവാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ ബൈ.